ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 12ാമത്തെ ഡേ ആണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറേയും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെടണമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണ്? ആൻസർ ഓപ്ഷൻ എ BJP. BJPയിലെ അംഗമാണ് നരേന്ദ്രമോദി. അടുത്തത് 2013 സിനിമകളിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചതാർക്ക്? 2013 ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സുരാജ് വെഞ്ഞാറമൂടാണ്. ഇപ്പോൾ നിലവിൽ 2023 ദേശീയ ചലച്ചിത്ര അവാർഡ്, അതായത് 69ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയത് മികച്ച നടനുള്ള അവാർഡ് അല്ലു അർജുനാണ്, പുഷ്പ എന്ന സിനിമയ്ക്കും. അതുപോലെ തന്നെ മികച്ച നടിമാർ 2 പേരാണ് നേടിയിരിക്കുന്നത്, ആലിയ ഭട്ടും അതുപോലെ തന്നെ കൃതി സനോനുമാണ്. കൃതി സനോന് ലഭിച്ചിരിക്കുന്ന സിനിമ മിമി എന്ന സിനിമയ്ക്കാണ്. ആലിയ ഭട്ടിന് ലഭിച്ചിരിക്കുന്നത് ഗംഗൂബായ് കത്തിയവാടി എന്നാണ്. അടുത്തത്: അരവിന്ദ് കേജ്രിവാൾ അടുത്തിടെ രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ഏത്? അരവിന്ദ് കേജ്രിവാൾ രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, ആം ആദ്മി. ആം ആദ്മി പാർട്ടിയാണ് അരവിന്ദ് കേജ്രിവാൾ അടുത്തിടെ രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി. അടുത്തത്: സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, ഇപ്പോഴത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് വരുന്നത് ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ്. 50ാമത് ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ വൈ ചന്ദ്രചൂഡ്. അടുത്തത്: സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? സാക്ഷരതാ ശതമാനം അല്ലെങ്കിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ആൻസർ ഓപ്ഷൻ ഡി, ബീഹാർ. ബീഹാറാണ് സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. അടുത്തത്: ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്. ആൻസർ ഓപ്ഷൻ ഡി, 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അടുത്തത്: കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആര്? കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ. ആൻസർ AN ഷംസീർ. AN ഷംസീറാണ് ഇപ്പോഴത്തെ കേരള നിയമസഭയിലെ സ്പീക്കർ. അടുത്തത്: ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം. ആൻസർ എ ആണ്, തെലുങ്കാനയാണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം എന്നറിയപ്പെടുന്നത് തെലുങ്കാന. അടുത്തത്: ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏത്? ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്ക്. ആൻസർ ഓപ്ഷൻ സി, വടക്ക്. വടക്ക് അല്ലെങ്കിൽ നോർത്താണ് ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രാതിർത്തി ഇല്ലാത്തത്. അടുത്തത്: ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ആൻസർ ഓപ്ഷൻ എ, മൗണ്ട് കെ2. മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി. അടുത്തത്: അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏത്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ. ആൻസർ ഓപ്ഷൻ സി, ലക്ഷദ്വീപ്. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ. അടുത്തത്: കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ സി, ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം. അടുത്തത്: ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം ഏത്? ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ജലഗതാഗതം. ജലഗതാഗതമാണ് ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത്. അടുത്തത്: താഴെ പറയുന്നവയിൽ സ്വകാര്യ മേഖലയിൽ പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ സ്വകാര്യ മേഖലയിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയാണ് ഈ തന്നിരിക്കുന്നവയിൽ സ്വകാര്യ മേഖലയിൽ പെടാത്തത്. അടുത്തത്: വൈദ്യുതോൽപാദനത്തിന് ആശ്രയിക്കുന്ന സ്രോതസ്സുകളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഏത്? വൈദ്യുതോൽപാദനത്തിന് ആശ്രയിക്കുന്ന സ്രോതസ്സുകളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത്. ആൻസർ ഓപ്ഷൻ ഡി, സൗരോർജ്ജം. സൗരോർജ്ജമാണ് വൈദ്യുതോൽപാദനത്തിന് ആശ്രയിക്കുന്ന സ്രോതസ്സുകളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത്. അടുത്തത്: ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏത്? മുൻപിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി, ഭൂട്ടാൻ. ഭൂട്ടാനാണ് ഇന്ത്യൻ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത്. അടുത്തത്: കയർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? കയർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ആൻസർ ഓപ്ഷൻ എ, തകഴി. തകഴി ശിവശങ്കരപിള്ളയാണ് കയർ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അടുത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തത്: ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ, 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അടുത്തത്: സതി എന്ന അനാചാരം നിർത്തലാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മഹാനാര്?
സതി എന്ന അനാചാരം നിർത്തലാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മഹാൻ? ആൻസർ ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് സതി എന്ന അനാചാരം നിർത്തലാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മഹാൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത. ആൻസർ ഓപ്ഷൻ എ സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. അടുത്തത്, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ആര്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ്. ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി രചിച്ചത്. അടുത്തത്, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ഏത്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം. ആൻസർ ഓപ്ഷൻ ഡി കാശ്മീർ. കാശ്മീരാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം. അടുത്തത്, വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ സി 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അടുത്തത്, എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസം ഏത്? എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസം. ആൻസർ ഓപ്ഷൻ എ ഓഗസ്റ്റ് 15. ഓഗസ്റ്റ് 15 എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ കഴിയുന്നത്. അടുത്തത്, ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ എണ്ണം എത്ര? ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി 24. അശോകചക്രത്തിൽ വരുന്ന ആരക്കാലുകളുടെ എണ്ണമാണ് 24. ദേശീയ പതാകയുടെ മധ്യഭാഗത്തിലാണ് കാണപ്പെടുന്നത്. അടുത്തത്, കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിലടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെ? കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിലടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷനെയാണ് കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിലടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത്. അടുത്തത്, നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര? നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം. ആൻസർ ഓപ്ഷൻ എ 52 സെക്കൻഡ്. 52 സെക്കൻഡിലാണ് നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം. അതിൽ ഹ്രസ്വരൂപം എന്നറിയപ്പെടുന്നത് 20 സെക്കൻഡ് മാത്രമാണ്. നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയം 20 സെക്കൻഡാണ്. അടുത്തത്, സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ 10. ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം വരുന്നത്. അടുത്തത്, വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി എത്ര? വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി. ആൻസർ ഓപ്ഷൻ സി 30 ദിവസം. 30 ദിവസമാണ് വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ എത്ര? ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി 6. 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അടുത്തത്, ഭരണഘടനയെ അനുസരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽപ്പെടുന്നു? ഭരണഘടനയെ അനുസരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയെ അനുസരിക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കർത്തവ്യങ്ങളിലാണ് വരുന്നത്. അടുത്തത്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത് ഏത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത്. ആൻസർ ഓപ്ഷൻ സി പീഠഭൂമി. പീഠഭൂമിയാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടാത്തത്. അടുത്തത്, കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? കേരളത്തിലെ നദികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ 44. കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. അടുത്തത്, ഏത് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്? ഏത് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളത് ഏതാണ്? വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ഇരവികുളം ദേശീയ പാർക്കാണ്. ഇരവികുളം ദേശീയ പാർക്കാണ് വരയാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ദേശീയ പാർക്ക്. അടുത്തത്, മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? മാമാങ്കം നടന്നിരുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നത്. അടുത്തത്, ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ഒമേഗ 3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏത്? ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ഒമേഗ 3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം. ആൻസർ ഓപ്ഷൻ എ മത്തി അല്ലെങ്കിൽ ചാള. ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന ഒമേഗ 3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം എന്നറിയപ്പെടുന്നത് മത്തിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 12ാമത്തെ ഡേ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ആളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനെടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.